ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഊട്ടിയിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ വെൽക്കം ടു ട്രാവൽ ടൈൽസ് വ്ലോഗ്. അപ്പോൾ ഞാൻ ദേ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഗസ്റ്റ് 7 മണിക്ക് കുർബാനക്കൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടാ. ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ദേ വണ്ടിയിലോട്ട് വരുന്നത്. ഇന്നലെ വലിയ കാര്യമായിട്ട് മഴയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ വലിയ അഴുക്കൊന്നുമില്ല. അപ്പോൾ ഗ്ലാസ് മാത്രം ഒന്ന് കഴുകിയൊക്കെ ഇട്ട് താഴെയുണ്ട് പിന്നെ വെള്ളമുള്ളത് വണ്ടി കഴുകണമെന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്രയും കൊല്ലം ആയിട്ട് വർഷങ്ങളായി ഊട്ടിക്ക് വരുന്നത്. പക്ഷേ കോട്ടയത്തിൽ ഞാനങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷേ കോട്ടയത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സ്റ്റേ കിട്ടിയത് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഈ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അച്ഛന്മാർ നടത്തുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നവർക്ക് കോട്ടയത്തിൽ സ്റ്റേ എടുക്കണമെങ്കിൽ ഇവിടെ ധൈര്യമായിട്ടൊന്ന് സ്റ്റേ എടുക്കുക. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. വിളിച്ച് ബുക്കിങ് കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് സംസാരിക്കുക. നല്ലൊരു ഇതാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ബാക്കിൽ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സും നല്ലൊരു നേച്ചറിനെയൊക്കെ സ്നേഹിക്കുന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് വരാം. കാരണം ഇതൊരു ബേർഡ് സാങ്ച്വറി ആണെന്ന് കൂടി പറയാം. കാരണം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഗാർഡനും ട്രീസും എല്ലാം. രാവിലെ തന്നെ പല പല രീതിയിലുള്ള കിളികളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അടിയിൽ ക്വാർട്ടേഴ്സും കാര്യങ്ങളുണ്ട്. കോട്ടേജ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ എടുക്കാം. റൂംസ് ആണെന്നുണ്ടെങ്കിൽ റൂംസ്. നല്ലൊരു ആംബിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയറും എല്ലാമാണ്. ഈ ടൗണിൽ നിന്നൊക്കെ മാറി ഉള്ളിൽ നല്ലൊരു സൈലൻ്റ് ഏരിയയുമാണ്. അപ്പോൾ ഞാനിവിടുത്തെ കോൺടാക്ട് നമ്പർ എന്തായാലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും. പിന്നെ അതുപോലെ ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ ഇവിടെ ഉണ്ട്. ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. അപ്പോൾ അത് ചെയ്ത് തരും. പിന്നെ നൈറ്റ് 9 o'clock വരെ പാർട്ടീസും കാര്യങ്ങൾക്ക് വഴി അലൗഡ് ചെയ്യുന്നുള്ളൂ. കാരണം പറയില്ല, അച്ഛന്മാരെ നടത്തുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ഓവറോൾ നല്ല ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു തന്നെ കോട്ടഗിരിയിൽ. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്ന്. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് പോണ വ്യൂ പോയിൻ്റ് ഇന്ന് ഊട്ടി കണ്ട നേരെ ഇവിടെ നിന്ന്. ഇപ്പോൾ ഫസ്റ്റ് പോണ വ്യൂ പോയിൻ്റ് കോടനാട് വ്യൂ പോയിൻ്റ് എന്ന പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണം. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നേരെ കോടനാട് വ്യൂ പോയിൻറ്റിലൊക്കെ പോകുന്നത്. ഈ ട്രിപ്പിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊന്തയൊക്കെ ചൊല്ലി ജപമാലയൊക്കെ ചൊല്ലിയിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതിനെ നമുക്കൊരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നല്ല ഭക്തിഗാനം ഇടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ അത്യാവശ്യം പാർട്ടിയും നല്ല എന്താ പറയുക സിനിമാറ്റിക് സോങ്സിലോട്ടും കാര്യങ്ങളിലൊക്കെ പോണത്. അപ്പം അതിന് നമുക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അല്ലെങ്കിൽ രാവിലെ ഭക്തിയാണ് കേൾക്കണതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയുള്ള. അപ്പോൾ നമ്മളിപ്പോൾ കോടനാട് വ്യൂ പോയിൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കോടനാട് വ്യൂ പോയിൻറ്റിൽ എത്തിയേക്കാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 40 രൂപ വെച്ചാണ് എൻട്രി ഫീ. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ നിന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുക. കാറും എല്ലാം നമുക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്യട്ടോ. സർക്കിളിൽ അവിടെ പാർക്ക് ചെയ്യുക. വലിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ആളിറക്കിയിട്ട് മേളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. ഇങ്ങോട്ട് ബസ്സും ഉണ്ട്. ഓരോ 1 മണിക്കൂർ ഇടവിട്ട് അവിടെ നിന്ന് ബസ്സും ഉണ്ട് കേട്ടോ ടൗണിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ മസ്റ്റായിട്ട് കോട്ടഗിരി വഴി പോകണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമുണ്ട് ഇത് കോടനാട് വ്യൂ പോയിൻറ്റ്. നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്. മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ. പിന്നെ അതുപോലെ തന്നെ താഴത്തേക്കും ഇറങ്ങാട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് ഗസ്റ്റുകൾ എല്ലാവരും താഴത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങിയാട് പോയി. ഞാൻ ഈ ചേട്ടൻ പോയില്ല കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞ് വന്നൊരു ചായ കുടിക്കാൻ തന്നെ പുള്ളിക്ക് ഒരു ചായ മേടിച്ചു തന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിങ്ങനെ വയ്ക്കുക. അത്യാവശ്യം ചൂടുണ്ടെങ്കിലും നല്ലൊരു തണുത്ത ഫീൽ ഉണ്ട് കേട്ടോ ഇവിടെ. മഴ ടൈമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഞങ്ങളത് ഇനി കോടനാട് വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി നേരെ ഊട്ടിക്കാണ്ട. അപ്പോൾ കോടനാട് തിരിച്ച് വരുന്ന വഴിക്ക് ഫ്രണ്ടിലൊരു ഇടിപെട്ട കാട്ടുപോലെന്ന് തന്നെ പറയാം നിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ അങ്ങോട്ട് കോടനാടൊക്കെ പോകുന്ന വഴിക്ക് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിക്ക് കാട്ടുപോത്ത് സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു ടേണിങ്ങിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല വണ്ടി. തിരിച്ച് വന്നപ്പോൾ സെയിം കാട്ടുപോത്ത് റോഡിന് നടുക്ക് തന്നെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഗസ്റ്റിന് നല്ല രീതിയിൽ കാട്ടുപോത്തിനെ കാണാൻ പറ്റിയത്. അവർക്ക് അങ്ങോട്ട് പോയപ്പോൾ കാണാൻ പറ്റില്ല എന്നുള്ളൊരു പരിഭവത്തിൽ നിൽക്കണിരുന്ന് തിരിച്ചു വന്നപ്പോൾ അവർക്ക് കാണാനായിട്ട് ഫ്രണ്ടിൽ തന്നെ വട്ടം തന്നെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇനി ഊട്ടിക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ നേരെ ടീ ഫാക്ടറിയിലെത്തി. അപ്പോൾ ഗസ്റ്റ് ചായപ്പൊടിയും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിക്കാനായിട്ട്
അവിടെ പോയി ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കർണാടക ഗാർഡനാണ്. കർണാടക ഗാർഡനിൽ കഴിഞ്ഞാൽ പിന്നെ ലേക്കും കയറി നേരെ കൊച്ചിക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ സൈറ്റ് സീൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 5-5:30 ആയപ്പോൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങി ഹൈ റേഞ്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളത് ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി മേട്ടുപ്പാളയത്ത് വന്ന് ഇപ്പോൾ ഗസ്റ്റിനൊരു ചായ കുടിക്കാമെന്ന് തന്നെ ഞങ്ങളൊരു ലെമൺ ടീ അടിക്കാനായിട്ട് മേട്ടുപ്പാളയത്ത് സ്റ്റോപ്പ് ചെയ്തേക്കണേണ്ട. ചുരത്തിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തെല്ലാം ഊട്ടിയിൽ നിന്ന് ഹെയർ പിന്നിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കൊച്ചിയിലെത്തി. അപ്പോൾ ഗസ്റ്റിനെയൊക്കെ ഇറക്കി ഞാനിനി വണ്ടി ആയിട്ട് നേരെ ഗ്യാരേജിലോട്ട് പോകണേന്. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അടുത്ത യാത്രാ വിശേഷങ്ങളുമായിട്ട് അടുത്ത യാത്രയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.